ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ക്ലാസ്സാണ്. വേറൊന്നുമല്ല, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചങ്ങോട്ട് റീപ്ലൈ കൊടുക്കാനും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഗ്ലാസ്സിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ്. ഈ ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോണാകാം, അല്ലെങ്കിൽ ഒരു മിക്സി ആകാം, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം അല്ലേ. അപ്പോൾ അതേക്കുറിച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിനോട് അനുസരിച്ചുള്ള കുറച്ച് സെൻറ്റൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഗ്ലാസ് മാറ്റിയിട്ട് വേറെ എന്താണോ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഈ ഗ്ലാസ്സിലാണോ നീ ചായ കുടിക്കാറ്? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ഈ ഗ്ലാസ്സിൽ പൊതുവായിട്ട് ഇപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാനൊന്നും പറ്റില്ല അല്ലേ. നല്ല കട്ടിയൊക്കെ കുറഞ്ഞൊരു ഗ്ലാസ്സാണിത്. സോ നമുക്കിതിൽ ചായ കുടിക്കാൻ പറ്റില്ല, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകും. നമ്മളിങ്ങനെ ചോദിക്കുക, ഈ ഗ്ലാസ്സിലാണോ നീ ചായ കുടിക്കാറ് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അതായത് നമ്മുടെ പതിവ് കാര്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡു യു യൂഷ്വലി ഡ്രിങ്ക് ടീ ഇൻ ദിസ് ഗ്ലാസ്? ഡു യു യൂഷ്വലി ഡ്രിങ്ക് ടീ ഇൻ ദിസ് ഗ്ലാസ് അല്ലേ. നീ ഈ ഗ്ലാസ്സിലാണോ ചായ കുടിക്കാറ്? ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ആ യൂഷ്വലിനെ മാറ്റിയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ സിമ്പിളായി പറയാനാണ് ശ്രമിക്കാറ്. സോ ഡു യു ഡ്രിങ്ക് ടീ ഇൻ ദിസ് ഗ്ലാസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കാറില്ല അല്ലേ. ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നമ്മൾ ഇതിൽ ചായ കുടിക്കാൻ പറ്റാത്ത ഗ്ലാസ്സാണ്. സോ ഞാൻ ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കാറില്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എങ്ങനെയാണ് പറയുക? സിമ്പിളായി പറയുന്നത് ആൻസർ ആയതുകൊണ്ട് തന്നെ I don't usually drink tea in this glass അല്ലേ. ഞാൻ ചെയ്യാറില്ല. I don't usually drink tea in this glass. ഓക്കെ, ഇനി നമുക്കിത് സിമ്പിളായി പറയുകയാണെങ്കിൽ I don't drink tea in this glass എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഈ ഗ്ലാസ്സിൽ ഞങ്ങൾ ജ്യൂസാണ് കുടിക്കാറ്. ഈ ഗ്ലാസ്സിൽ ഞങ്ങൾ ജ്യൂസാണ് കുടിക്കാറ് അല്ലേ. ഈ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ജ്യൂസിന് പറ്റിയിട്ടുള്ളൊരു ഗ്ലാസ്സാണ് അല്ലേ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞങ്ങൾ ജ്യൂസാണ് കുടിക്കാറ് എന്നെങ്ങനെ പറയുക? ഞങ്ങൾ കുടിക്കാറ് എന്നായത് കൊണ്ട് തന്നെ വി യൂഷ്വലി ഡ്രിങ്ക് ജ്യൂസ് ഇൻ ദിസ് ഗ്ലാസ്. വി യൂഷ്വലി ഡ്രിങ്ക് ജ്യൂസ് ഇൻ ദിസ് ഗ്ലാസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ യൂഷ്വലി ഒഴിവാക്കിയിട്ട് വി ഡ്രിങ്ക് ജ്യൂസ് ഇൻ ദിസ് ഗ്ലാസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മുടെ പതിവ് എന്താണ്? ഇതിൽ ജ്യൂസാണ് കുടിക്കാറ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി യൂഷ്വലി ഡ്രിങ്ക് ജ്യൂസ് ഇൻ ദിസ് ഗ്ലാസ്. ഞങ്ങൾ ഈ ഗ്ലാസ്സിൽ ജ്യൂസാണ് കുടിക്കാറ്. നെക്സ്റ്റ്, ഈ ഗ്ലാസ്സിന് വളരെ കട്ടി കുറവാണ്. ഈ ഗ്ലാസ്സിന് വളരെ കട്ടി കുറവാണ് എന്ന് പറയുകയാണെങ്കിലോ, കുറവാണ് എന്നാണ് പറയുന്നത് അല്ലേ. കണ്ടാൽ മനസ്സിലായല്ലേ, ഈ ഗ്ലാസ്സിന് വളരെ കട്ടി കുറവാണ്. ദിസ് ഗ്ലാസ് ഈസിൻറ്റ് വെരി തിക്ക്. ദിസ് ഗ്ലാസ് ഈസിൻറ്റ് വെരി തിക്ക് അല്ലേ, വളരെ കട്ടി കുറവാണ്. നെക്സ്റ്റ്, ഈ ഗ്ലാസ്സിന് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ, ഈ ഗ്ലാസ് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് ചോദിക്കുകയാണ്, ഈ ഗ്ലാസ് നീ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? എത്ര എണ്ണം? How many of these glasses? Hey, how many of these glasses did you buy? How many of these glasses did you buy? ഈ ഗ്ലാസ്സിന് എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? നെക്സ്റ്റ്, ഞാൻ ഈ ഗ്ലാസ് 12 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 5 എണ്ണമേ ഉള്ളൂ. ഞാൻ ഈ ഗ്ലാസ് 12 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 5 എണ്ണമേ ബാക്കിയുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയും? അല്ലേ, ഉണ്ടായിരുന്നു എന്നാണ്. ഐ ഹാഡ് ബോട്ട് ബൈൻ്റെ വിത്ത് ബോട്ടാണ്. അപ്പം ഐ ഹാഡ് ബോട്ട് 12 ഓഫ് ദീസ് ഗ്ലാസ്സസ് ബട്ട് നൗ ദർ ആർ ഓൺലി 5 ലെഫ്റ്റ്. എന്താണ്? ഐ ഹാഡ് ബോട്ട് 12 ഓഫ് ദീസ് ഗ്ലാസ്സസ് ബട്ട് നൗ ദർ ആർ ഓൺലി
5 ലെഫ്റ്റ്. ഇവിടുത്തെ ലെഫ്റ്റ് എന്താണ്? ബാക്കിയുള്ളൂ, 5 എണ്ണമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ലെഫ്റ്റ് എന്ന് നമ്മൾ ആഡ് ചെയ്തത്. അപ്പം ഞാൻ 12 ഗ്ലാസ് ഇതുപോലെയുള്ളത് വാങ്ങി, പക്ഷേ ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 5 എണ്ണമേ ഉള്ളൂ എന്ന് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മാറ്റി മാറ്റി പറയാം കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ വേറെ ഇപ്പം 5 എണ്ണം എന്നുള്ളത് 4 എണ്ണം എന്ന് പറയാം. അതുപോലെ ഗ്ലാസ് എന്നുള്ളത് വേറെന്താണോ നമ്മൾ കയ്യിലുള്ള സാധനം അത് പറയാം. ഇപ്പോൾ പേനയാണെങ്കിൽ പേന പറയാം. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസ് മാറ്റിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഐ ഹാഡ് ബോട്ട് 12 of these glasses but now there are only 5 left. ഓക്കെ, നെക്സ്റ്റ്, ബാക്കിയുള്ള ഗ്ലാസ്സുകളൊക്കെ പൊട്ടിയോ? ബാക്കിയുള്ള ഗ്ലാസ്സുകളൊക്കെ പൊട്ടിയോ എന്നെങ്ങനെ ചോദിക്കുക? ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് കേട്ടോ. ബാക്കിയുള്ള ഗ്ലാസ്സുകളൊക്കെ പൊട്ടിയോ? ഡിഡ് യു റെസ്റ്റ് ഓഫ് ദ ഗ്ലാസ്? ഡിഡ് യു റെസ്റ്റ് ഓഫ് ദ ഗ്ലാസസ് ബ്രേക്ക്? ഡിഡ് യു റെസ്റ്റ് ഓഫ് ദ ഗ്ലാസസ് ബ്രേക്ക്? റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റെസ്റ്റ്, റിമൈനിങ്, ലെഫ്റ്റ് ഇവയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഡിഡ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്ലാസസ് ബ്രേക്ക്? നെക്സ്റ്റ് പറയുന്നത് അതെ, ബാക്കിയുള്ള ഗ്ലാസ്സുകളെല്ലാം പൊട്ടി എന്നെങ്ങനെ പറയാം? ഏസ് all the remaining glasses broke. All the remaining glasses broke. Okay. Next, ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. കഴിയില്ല, പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യു കാൺട്ട് ഡ്രിങ്ക് ടീ ഇൻ ദിസ് ഗ്ലാസ്. യു കാൺട്ട് ഡ്രിങ്ക് ടീ ഇൻ ദിസ് ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, ഈ ഗ്ലാസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഗ്ലാസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഫോൺ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ റിയലി ലൈക്ക്ഡ് ദിസ് ഗ്ലാസ്. ഐ റിയലി ലൈക്ക്ഡ് ദിസ് ഗ്ലാസ്. നെക്സ്റ്റ്, ഈ ഗ്ലാസ് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ചോദിക്കാറുണ്ടല്ലോ നമ്മളില്ലേ. ഈ ഫോൺ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്? ആ ബുക്ക് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്? അപ്പോൾ ഈ ഗ്ലാസ് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്? വിച്ച് ഷോപ്പ് ഡിഡ് യു ബൈ ദിസ് ഗ്ലാസ് ഫ്രം? വിച്ച് ഷോപ്പ് ഡിഡ് യു ബൈ ദിസ് ഗ്ലാസ് ഫ്രം? ഈ ഗ്ലാസ് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്? നെക്സ്റ്റ്, ഈ ഗ്ലാസ് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എന്നെങ്ങനെ പറയാം? ഈ ഗ്ലാസ് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഐ ഡിഡിൻ ബൈ ദിസ് ഗ്ലാസ്. ഐ ഡിഡിൻ ബൈ ദിസ് ഗ്ലാസ്. ഈ ഗ്ലാസ് ഞാൻ വാങ്ങിയതല്ല. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ടു മീ. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ടു മീ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഐ ഡിഡിൻ ബൈ ദിസ് ഗ്ലാസ്. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ടു മീ. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് വാങ്ങണമെന്നുണ്ട്. എനിക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് വാങ്ങണമെന്നുണ്ട് എന്നെങ്ങനെ പറയാ? എനിക്കിതുപോലെയുള്ള ഫോണ് വാങ്ങണമെന്നുണ്ട്, എനിക്കിതുപോലെയുള്ള വള വാങ്ങണമെന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് വാങ്ങണമെന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ബൈ ഗ്ലാസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബൈ ഗ്ലാസസ് ലൈക്ക് ദിസ്. എനിക്കിതുപോലെയുള്ള ഗ്ലാസ്സുകൾ വാങ്ങണമെന്നുണ്ട്. ഐ വോണ്ട് ടു ബൈ ഗ്ലാസസ് ലൈക്ക് ദിസ്. ഈ ലൈക്ക് ദിസ്, ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതുപോലെ, അതുപോലെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നെക്സ്റ്റ്, ഈ ഗ്ലാസിൻ്റെ ഇഷ്ടം കൊണ്ടും അതുപോലെ ഇതിൻ്റെ ഭംഗി കൊണ്ടും ആ ആൾ ചോദിക്കുകയാണ്, എനിക്ക് നീ ഇതുപോലെയുള്ള 6 ഗ്ലാസ് വാങ്ങിത്തരുമോ? എനിക്ക് നീ ഇതുപോലെയുള്ള 6 ഗ്ലാസ് വാങ്ങിത്തരുമോ? അത് വേറെ സാധനം ആവട്ടോ, ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. അപ്പം എനിക്ക് നീ ഇതുപോലെയുള്ള 6 ഗ്ലാസ് വാങ്ങിത്തരുമോ എന്നെങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഗിവ് മീ 6 glasses like this? Can you give me 6 glasses like this? ഇനി ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കുഡ് യൂസ് ചെയ്തും വുഡ് യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ. അപ്പം വുഡ് യു പ്ലീസ് ഗിവ് മീ 6 glass like this എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വുഡ് യു പ്ലീസ് ഗിവ് മീ 6 glass like this എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ക്യാന്, വുഡ്, കുഡ് ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും വളരെ യൂസ്ഫുള്ളാണ്. ഒന്നും കൂടി നമുക്ക് താഴ്മയോടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാനിന് പകരം നമുക്ക് കുഡ് യൂസ് ചെയ്ത്, പ്ലീസ് യൂസ് ചെയ്തൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ, ഞാൻ ശ്രമിക്കാം പക്ഷേ എനിക്ക് ഷോപ്പ് അറിയില്ല. ഞാൻ ശ്രമിക്കാം, ഐ വിൽ ട്രൈ. ഐ ഡോണ്ട് നോ ദ ഷോപ്പ് എന്ന് പറയാം. ഞാൻ ശ്രമിക്കാം പക്ഷെ എനിക്ക് ഷോപ്പ് അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ ട്രൈ ബട്ട് ഐ ഡോണ്ട് നോ
ദ ഷോപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പണം തരാം, നീ വാങ്ങിയാൽ മതി. അല്ലേ, ഞാൻ പണമൊക്കെ തരാം, ഒക്കെ റെഡിയാണ്, നീ വാങ്ങിയാൽ മതി എന്നെങ്ങനെ അറിയാം? ഐ വിൽ ഗിവ് യു ദ മണി ഇഫ് യു ബൈ ദം. ഐ വിൽ ഗിവ് യു ദ മണി ഇഫ് യു ബൈ ദം. ഞാൻ പണം തരാം, നീ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ ഫസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനാണ്, ഈ ക്ലാസ് എങ്ങനെയുണ്ട് എന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഞാൻ ചോദിക്കുകയാണ്, ഈ ക്ലാസ് എങ്ങനെയുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് മുഴുവനായിട്ടും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.